കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള തർക്കം മുറുകുന്നു. ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെ അനുകൂലിക്കുന്ന കൂടുതൽ കോൺഗ്രസ് എംഎൽഎമാർ ഡൽഹിയിലെത്തി. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് തർക്കം രൂക്ഷമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന നിയമസഭാ അംഗങ്ങൾ ഹൈക്കമാൻഡിനെ കാണാൻ ന്യൂഡൽഹിയിലേക്ക് പോയി. സിദ്ധരാമയ്യെ മാറ്റി ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ കുറച്ച് നിയമസഭാ അംഗങ്ങൾ കൂടി ഉടൻ യാത്ര തിരിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ കാലാവധി 2.5 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ സ്ഥാന കൈമാറ്റം വേണമെന്നാണ് ആവശ്യം. 2023 മെയ് മാസത്തിൽ സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തപ്പോൾ 2.5 വർഷത്തിന് ശേഷം ശിവകുമാറിന് മുഖ്യമന്ത്രി പദവി കൈമാറുമെന്ന് പാർട്ടി നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു. അധികാര പങ്കുവെക്കൽ കരാറിനെക്കുറിച്ചുള്ള വാഗ്ദാനം മാന്യമായി പാലിക്കണമെന്നാണ് ശിവകുമാർ പക്ഷം ഇപ്പോൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹിയിലേക്ക് പോകുമെന്നും രാഹുൽ ഗാന്ധി വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നവംബർ 20-ന് കർണാടക കോൺഗ്രസ് സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കിയ വേളയിൽ കഴിഞ്ഞ ആഴ്ച ഡി.കെ. ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന 10ഓളം നിയമസഭാ അംഗങ്ങൾ ന്യൂഡൽഹിയിലേക്ക് പോയി ഖാർഗെ കണ്ടിരുന്നു. എന്നാൽ ഖാർഗെ കാണാൻ ഡൽഹിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ഡി.കെ. ശിവകുമാർ അന്ന് പറഞ്ഞത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.